ഹായ്, ഇന്ന് ഒരു മന്തിയായിട്ട് ഉണ്ടാക്കണ ചിക്കൻ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചതാണ് പെരിഞ്ജീരകം, നല്ല ജീരകം, വറ്റൽമുളകും കൂടി പൊടിച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൈവച്ച് നന്നായി മിക്സ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ വയ്ക്കും. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാൻ അങ്ങനെ ഇട്ട് ഉണ്ടാക്കാറ്. നമ്മൾ ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ മസാല തിരുമ്പി വെക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ, കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് കേട്ടോ ഞാൻ ഈ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ ഓരോന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുക്കും. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് ചോറ് ഇട്ട് കൊടുക്കാറ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുക? ഞാൻ അങ്ങനെ ഇട്ട് ഉണ്ടാക്കാറ്. നമ്മളിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കൂടെ തന്നെ ഞാൻ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനെ. നമ്മളിതാ കേട്ടോ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് മന്തി മസാലപ്പൊടി ഇടും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കളറ് ചേർത്തിട്ട് മൂടി വയ്ക്കും. ഒരു പാത്രം വെച്ചിട്ട് ഒരു കണലൊക്കെ വെച്ച് അതിലേക്ക് കുറച്ചൊരു ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കാറ്റൊന്നും പോവാണ്ട് അങ്ങനെ ഞാൻ മൂടി വയ്ക്കുക ചെയ്യാറ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുക? നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അതുകൊണ്ട് മയോണൻസും പിന്നെ ചട്ടിനിയൊന്നും അരയ്ക്കാൻ പറ്റിയില്ല. വൈകുന്നേരത്തെ കേട്ടോ കറണ്ട് വന്നത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നാളെ വേറൊരു വീഡിയോയിൽ വരാം.